CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനം തുടരുന്നു. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വിവരങ്ങളുമായി KT സ്വാലിഹ് ചേരുന്നുണ്ട്. അങ്ങനെ ഉൾപ്പാട്ടി ജനാധിപത്യത്തിന് കരുത്തു പകരുന്ന ഒരു സമ്മേളന കാലഘട്ടം കൂടിയാണ് കടന്നു പോകുന്നത്. സമഗ്ര വിവരങ്ങൾ സ്വാലിഹ് നൽകും. റിപ്പോർട്ടിലേക്ക്. CPIM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം പ്രതിനിധി സമ്മേളനത്തിൽ പൊതുചർച്ച പൂർത്തിയായി കഴിഞ്ഞു. ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ്. അതിനുശേഷം ജില്ലാ സെക്രട്ടറി മറുപടി പ്രസംഗം നടത്തി. അതോടൊപ്പം പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനും മറുപടി പറഞ്ഞു. ചർച്ചകളിൽ ഉയർന്നു വന്ന വിമർശനങ്ങൾക്കും അതോടൊപ്പം മറ്റു കാര്യങ്ങൾക്കും സംഘടനാപരമായ കാര്യങ്ങൾക്കുമെല്ലാം മറുപടി പ്രസംഗവും പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് 38 പേരാണ് ചർച്ചകളിൽ പങ്കെടുത്തത്. പ്രധാനമായി ഉയർന്നു വന്ന കാര്യങ്ങൾ യുവ തലമുറയെ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിനുള്ള അപര്യാപ്തത ഇന്നും ചർച്ചയായി. ഇതിൽ കൂടുതൽ പദ്ധതികൾ പരിപാടികൾ വേണമെന്ന ആവശ്യം പ്രതിനിധികൾ ഉയർത്തി. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ചർച്ചയിൽ വന്നു. ജനങ്ങളുമായി ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ വില്ലേജ് ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെല്ലാം തന്നെ കൂടുതൽ കാര്യക്ഷമമായി ജനസൗഹൃദമാക്കാനുള്ള നടപടികൾ ഉണ്ടാവണമെന്ന ആവശ്യമുയർന്നു. പോലീസിനെതിരെയും വിമർശനങ്ങൾ ഉണ്ടായി. ഇത്തരത്തിൽ അത് കൂടുതൽ ജനസൗഹൃദമാവേണ്ട സാഹചര്യമുണ്ട്. ഇക്കാര്യങ്ങൾ ഇന്ന് പ്രധാന ചർച്ചയായി. അതോടൊപ്പം തന്നെ സമ്മേളനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ. KT സ്വാലിഹാണ് സമ്മേളനത്തിന്റെ വിവരങ്ങൾ നൽകിയത്.